മഞ്ഞ വീഡിയോയിൽ അടിപൊളി കാര്യം ഇത് കേട്ടോ. സൂപ്പറായിട്ട് മുട്ട പുഴുങ്ങാം. എല്ലാ കാര്യങ്ങളും ഇനി മൈക്രോവേവിനേക്കാളും ഹീറ്ററിനേക്കാളും ഗ്യാസിനേക്കാളും ഒക്കെ ഏറ്റവും എളുപ്പം നമ്മുടെ എയർ ഫ്രയർ വാങ്ങാൻ ഓടിക്കോ. ഇത് കണ്ടോ, നല്ല പാലപ്പം വിത്ത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. മഞ്ഞ വീഡിയോയിൽ ഇന്നൊരു സൂപ്പർ ഈസി കുക്കിങ് പറഞ്ഞു തരാം. എയർ ഫ്രയർ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ അതിൻ്റേത്. ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ഞാൻ 4-5 വർഷമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ മുട്ട ഒന്ന് പുഴുങ്ങേണ്ട ആവശ്യം വന്നു. അപ്പോൾ എയർ ഫ്രയറിനകത്ത് എങ്ങനെ മുട്ട പുഴുങ്ങാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 120 സെൻറ്റിഗ്രേഡിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ടുണ്ട്. 2 മുട്ട കഴുകി വൃത്തിയാക്കിയത് എയർ ഫ്രയറിനകത്തോട്ട് വെക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ബാസ്ക്കറ്റ് അടച്ചു കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. പിന്നീട് ഇത് 120 സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി 15 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓഫായി കഴിയുമ്പോൾ ഉടനെ തന്നെ ഈ ബാസ്ക്കറ്റ് തുറന്ന് ഞാൻ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ സാധാ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായിരിക്കും ഇത്രയും നേരം ഇത് വെന്ത് കഴിയുമ്പോൾ. അത് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇത് തുറന്ന് ഇത് കോരിയെടുത്ത് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഉടനെ തന്നെ ഇടണം. ഇത് ഉടനെ തന്നെ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നതുകൊണ്ട് മുട്ടയുടെ തോട് പൊളിക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന മുട്ടയ്ക്ക് വലിയ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അത് വെള്ളത്തിൽ കിടന്ന് ഒരുപാട് നേരം അങ്ങനെ തിളയ്ക്കാത്തതുകൊണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് പുറത്ത് പോകില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ വെള്ളയും മഞ്ഞയും തമ്മിലുള്ള ആ ഇടയിലൊരു കറുപ്പ് വരുന്നുണ്ടല്ലോ, അത് കാണാറില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. എയർ ഫ്രൈയിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പ്ലഗ് ഓഫ് ചെയ്യാം. ഇത് തുറന്ന് മുട്ട നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് ഇച്ചിരി കെയർഫുള്ളായിരിക്കും എടുക്കാനായിട്ട്. ഒരു തവി ഉപയോഗിച്ച് വെള്ളം അടുത്ത് തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇടുക. മുട്ട ചൂടോടെ തന്നെ വെള്ളത്തിലേക്ക് എടുത്തിടണം, അതല്ലെങ്കിൽ തൊലി പൊളിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നല്ല ചൂടല്ലേ. ഇപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും മുട്ട പൊളിച്ചെടുക്കാം. ഓക്കെ, ഇതൊരു ഈസി ടിപ്പല്ലേ മുട്ട പുഴുങ്ങാനായിട്ട്. നിങ്ങളും ചെയ്തു നോക്കണേ. ഞാനെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ധൈര്യത്തിലാണ് നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്ത് കാണിച്ചത്. 10 മിനിറ്റ് കഴിഞ്ഞു. മുട്ടയെടുത്ത് തട്ടിപ്പൊട്ടി പൊളിച്ചു. കണ്ടോ, നല്ല സൂപ്പറായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇതെന്ത് മുട്ടയാണെന്നറിയാമോ? ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് എന്താ തോന്നിയത്? വലിയ 2 മുട്ടയല്ലേ. ഇത് താറാമുട്ടയാണ് ഇത്രയും സമയം കൊണ്ട് പുഴുങ്ങിയെടുത്തത്. കണ്ടോ, മുട്ട നല്ല സൂപ്പറായിട്ട് പുഴുങ്ങിയെടുത്തില്ലേ. ആ വെള്ളയും മഞ്ഞയും തമ്മിലുള്ള ഇടയിൽ ഒരു കറുപ്പ് പോലും വന്നിട്ടില്ല. നല്ല സൂപ്പർ ഡ്യൂപ്പർ മുട്ട പുഴുങ്ങിയത്. മുട്ടയ്ക്ക് ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. മുട്ട രണ്ടായിട്ട് കീറി ഓരോ മുട്ടയും 2ആയിട്ട് മുറിച്ചു. നല്ല സൂപ്പർ വെള്ളയപ്പം റെഡിയാണ്. അപ്പോൾ വെള്ളയപ്പം വിത്ത് താറാമുട്ട റോസ്റ്റ്. ഇനി ഇത് റോസ്റ്റിൻ്റെ മസാലയ്ക്ക് പോകാൻ പോവുക. അതിനു മുമ്പ് നിങ്ങളെ ഒന്ന് ഫൈനലായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അടിപൊളിയല്ലേ. അപ്പോൾ ഇനി മുട്ട പുഴുങ്ങാനായിട്ട് വേറെ ഒന്നും വേണ്ട. ഉടനെ ഓടിപ്പോയൊരു എയർ ഫ്രയർ വാങ്ങിച്ച എല്ലാവരും, എൻ്റെ വ്യൂവേഴ്സ് എല്ലാം എയർ ഫ്രയർ വാങ്ങിക്കണം. കാരണം ഈസി ആയിട്ട് ഒരുപാട് കുക്കിങ് ഇനി അതിനകത്ത് കാണിക്കാൻ പോവുക.